ഹായ് ബുൾസേ. എനിക്ക് എന്ത് ഇഷ്ടാന്ന് പറയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൂടെ ഒന്ന് ഉണ്ടാക്കി തരോ? എനിക്കൂടെ ഒന്ന് ഉണ്ടാക്കി തരോ? അയ്യോ മുട്ട തീർന്നോയല്ലോ. ഇപ്പൊ ഉണ്ടായില്ലേ, നിനക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. നീ ഇപ്പോഴും എന്ത് റോഡാ ലച്ചു. ആ ഒരു ഇച്ചിരി മേഴ്സി കാണിച്ചോടെ എന്നോട്. ഇല്ല, എനിക്ക് മേഴ്സി ഇല്ല. ഓക്കെ പൊക്കോ. നോക്കിക്കോടി, നിന്റെ ഉണ്ണി പൊട്ടി. എന്ത്? നിന്റെ ഉണ്ണി പൊട്ടി പോകും. എന്റെ പൊന്നു മോളെ, ഞാൻ ഇന്നൊന്നല്ല അല്ല ബുൾസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ എക്സ്പേർട്ടാണ്, അതുകൊണ്ട് ഇത് പൊട്ടി പോകത്തില്ല കേട്ടോ. കേട്ടോ എന്ന് നോക്കാം കേട്ടോ. നോക്ക് കേട്ടോ. ഇത് പൊട്ടിയില്ലെങ്കിൽ എനിക്ക് 10 മുട്ട മേടിച്ചു തരാം. ആണോ? ചാലഞ്ച് ആണോ? ചാലഞ്ച്. എന്നാലേ 10 മുട്ട വാങ്ങിക്കാൻ നീ റെഡി ആയി നോക്ക്. ഓ പൊട്ടിക്കാതെ അങ്ങ് എടുക്ക്. പൊട്ടിക്കാതെ അങ്ങ് എടുക്കും. എടുക്ക്, എന്നിട്ട് പറ. പൊട്ടിക്കാതെ അങ്ങ് എടുക്കും. അങ്ങനെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊരു ജാടയായിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനമായി. നീ കണ്ണു വെച്ചിട്ടാ. ഓ പിന്നെ അല്ലാതെ നിനക്ക് എടുക്കാൻ അറിയാൻ പറ്റും. ഞാൻ അതെ കുട്ടികളെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. എനിക്ക് നിങ്ങളടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സിറ്റിയിൽ പുതിയ തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അതെ അല്ലേ? എനിക്ക് പ്രത്യേകിച്ച് പേടിക്കാനില്ല. എന്റെ അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ഒന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ലാന്ന്? നിന്റെ കിഡ്നി അടിച്ചോണ്ട് പോയാലോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും വന്ന് എന്റെ അടുത്തല്ലേ ചോദിക്കൂ, എന്റെ മോളുടെ കിഡ്നി എവിടെ, എന്റെ മോളുടെ കിഡ്നി എവിടെയെന്ന്. ഞാൻ എന്തുത്തരം പറയും? പറയൂ, എന്തുത്തരം പറയും? എന്റെ പപ്പ മണ്ടത്തരം പറയാണ്ടിരിക്കും. കിഡ്നി ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടോണ്ടാണ് നടക്കണം. എടുത്തോണ്ട് പോയി. അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അച്ഛനും അമ്മ വന്ന് എന്റെ അടുത്തൊന്നും ചോദിക്കരുത്. എനിക്ക് തീരെ സമയമുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാൻ കേട്ടോ, എന്തൊരു ടേസ്റ്റാ. അഹങ്കാരി. പപ്പ ഇവിടെ എന്തൊരു സാധനാന്നറിയോ? ഒരു സാധനം ഒരാൾക്ക് കൊടുക്കില്ല. അയ്യോ, ഇത്രയും വൃത്തികെട്ടൊരു ജന്തുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുട്ട കൊതിച്ച്. അയ്യോ പപ്പ, ലച്ച എന്ത് പാവാന്നറിയോ? ഈ അസോസിയേഷനില് ഇതുപോലൊരു കൊച്ചില്ല. എല്ലാവർക്കും കൊടുത്തേ അവള് തിന്നു അല്ലേ? നല്ല കൊച്ച. ഇതല്ലല്ലോ കൊച്ചു, നീ കുറച്ച് മുമ്പേ പറഞ്ഞത്. അയ്യോ, ഞാൻ പറഞ്ഞു. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക്. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ വെറുതെ പറയാ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിട്ട്. ഞാന് നിങ്ങളെ തെറ്റിക്കാൻ? നീയൊക്കെ കൊള്ളാല്ല. നിന്റെ അടുത്തൊക്കെ സംസാരിക്കണേക്കാട്ടിലും നല്ലത് റീൽസ് കാണുന്നതാണ്. റീൽസ്. അപ്പം ചുമ്മാ പറഞ്ഞ താങ്ക്സ് ഫോർ ദ ബിൽസേ. ആണോ? എന്നാലേ ഇത് നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ തന്നതല്ല. ഞാൻ പോകുന്നത് ഇന്റർവ്യൂവിന്. എനിക്കെല്ലാം വയറിളക്കവും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കാക്കൊക്കെ കൊടുക്കൂലേ, അത് തന്നതാണ്. പിടിച്ചോ, ഈ പ്ലേറ്റിന് കഴുകി വെച്ചേക്കാം. അഹങ്കാരി കുരിച്ച്. അല്ലല്ലേ, ഇതിന് വേണ്ടിട്ടില്ല ഓടിയത്. എന്നാ വെച്ചോ, പണിയെടുക്കാൻ സമ്മതിക്കില്ലേ? അയ്യോ എടോ, താങ്ക്സ് ഉണ്ട് കേട്ടോ. വിട്ടോ. ഇനി ഇത് കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണേ. അപ്പൊ ശരി. എടോ അതെ, എനിക്ക് ഈ സ്ഥലമൊന്നും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല.
ഞാനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് ഒരു പരിചയമില്ല. ഞാൻ ഒരുപാട് ദൂരെന്നാ വരുന്നേ. ഞാനും ഒരുപാട് ദൂരം വരുന്നത്. താൻ ഇവിടെ എവിടെ താമസിക്കുന്നേ? ഞാൻ ഇവിടെ കുറച്ചടുത്താ. അപ്പൊ ശരിട്ടാ. അതെ, എന്നെ കൂടെ കൊണ്ടുപോവോ? എന്നെ കൂടെ. എനിക്കിവിടെ ആകെ പരിചയമുള്ള തന്നെ മാത്ര. നമ്മളതിനെപ്പോ പരിചയപ്പെട്ടു? നമ്മളിപ്പോ പരിചയപ്പെട്ടില്ലേ? പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോകോ. എനിക്ക് വേറെ പോവാൻ സ്ഥലമൊന്നും ഇല്ലാത്തോണ്ടല്ലേ. ഇനിയും ഇതുപോലെയൊക്കെ സംഭവിച്ചാലോ? എവിടോ എനിക്ക് തല വെക്കാനൊരിടം അത്രേ വേണ്ടു. താൻ വിചാരിച്ചാ പറ്റും, തനിക്കേ പറ്റൂ. കയ്യിൽ പൈസ ഒക്കെ ഉണ്ടാ? ആ ഉണ്ട്. ആ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടുത്തെ ഓണറേ കുറച്ച് പ്രശ്നക്കാരനാ. പുള്ളി എന്തെങ്കിലും തിരിച്ചും മറിച്ചും അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കും. ലക്ഷ്യം എന്താന്ന് ചോദിച്ചാലേ സയന്റിസ്റ്റ് ആവാനാന്ന് പറഞ്ഞു. സയന്റിസ്റ്റാ? കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കല്ലേ എന്താവണം? സയന്റിസ്റ്റ് ആവും. മറക്കരുത്, ആ പോയിന്റ് വിട്ടുപോരുത്. ഇല്ല ഇല്ല. ആ നീ കാരണം എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ വരുത്തരുത്. ഇല്ല. ഓഹോ എന്നാ വാ. ഇങ്ങോട്ട്. അപ്പോ കുട്ടിയുടെ വീട് ഇവിടെ അല്ല. അതുകൊണ്ടല്ലേ പപ്പ അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് വെച്ച്. അല്ലെങ്കിൽ അവൾക്ക് വീട്ടിൽ പോയി നിന്നാ പോരെ അല്ലേ? അതെ, ആ നീ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ നിൽക്കരുതേ. ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ ആ കൊച്ചു ഉത്തരം പറയുള്ളൂ. ഓ എനിക്ക് അവിടെ പോയില്ലേ, അവിടെ പോയിക്കേ. ആ ഓ സാറ് ചോദിച്ചോ? അയ്യേ, നീ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങള് പപ്പാന്നാ വിളിക്കുന്നത്. പപ്പനും അത് തന്നെ ഇഷ്ടം അല്ലേ പപ്പ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് സാറേ എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ്. എന്നാ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം. സാറേന്നോ? അല്ല, പാപ്പാന്ന്. ഏതാനയുടെ പാപ്പാനാ? അയ്യോ പാപ്പാനല്ല, പപ്പൻ, ഹവീൽദാർ പപ്പൻ, അതാണ് എൻ്റെ പേര്. അത് അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ ഫോട്ടോ? പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണം, അത് ഞാനാണ്. ആ പിന്നെ കുട്ടി ഈ സിറ്റിയിൽ വന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പഠിക്കാനാണോ, ജോലി ചെയ്യാനാണോ, അതോ നാട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയൊക്കെ പറ്റിച്ച് ഇവിടെ വന്ന് കിടക്കാനൊരിടത്തിന് വേണ്ടി മാത്രമാണോ മറ്റു പലരെയും പോലെ? എനിക്ക് ഒരു വലിയൊരു സയന്റിസ്റ്റ് ആവണം. സയന്റിസ്റ്റ്? ശരിക്കും സയന്റിസ്റ്റ്? വൗ ഗ്രേറ്റ്. എനിക്ക് പണ്ട് മുതലേ ഓരോന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹം. ആണോ? കുട്ടി കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഞാനേ എനിക്ക് പറ്റിയൊരു അസിസ്റ്റന്റിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, പാപ്പാനും സയന്റിസ്റ്റ് ആണോ? പിന്നല്ലാതെ ലോകം ഞെട്ടാൻ പോകുന്ന പല കണ്ടുപിടുത്തങ്ങളും ഫൈനൽ സ്റ്റേജിൽ എൻ്റെ ലാബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റെവല്യൂഷൻ. അതൊക്കെ പോട്ടെ, കുട്ടി എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ അറിയാം, ലോഷൻ, പപ്പടം, മെഴുകുതിരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇതൊക്കെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? ഇതിലൊക്കെ എന്തോന്ന് കണ്ടുപിടിക്കാൻ? അല്ല പപ്പ, കുഞ്ഞ് സയന്റിസ്റ്റ് അല്ലേ? എത്ര കുഞ്ഞ് സയന്റിസ്റ്റ് ആയിരുന്നാലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കണ്ടുപിടിക്കണ്ടേ? അല്ല, എനിക്ക് വെറൈറ്റി ആയിട്ടൊരു ബജി ഉണ്ടാക്കാൻ അറിയാം. അതെനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മുട്ട ബജി ആയിരിക്കും. അതെ. എൻ്റെ കുട്ടി ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അവൻ സയൻസിന് വേണ്ടി ജീവിതം ത്യജിച്ചവനായിരിക്കണം. കുട്ടിയോട് ബേസിക് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, രസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? അറിയാം. അതെങ്കിലും അറിയാലോ. പറ. രസത്തില് രസപ്പൊടി, കടുക്, വെളുത്തുള്ളി, വേണമെങ്കിൽ തക്കാളി ഇട്ടോ. പിന്നെ വളരെ മിടിക്കണം. എന്നിട്ട് തക്കാളി മാത്രമാക്കുന്നേ? കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അയ്യോ എൻ്റെ പൊന്നു കൊച്ചെ, ഞാൻ ഉദ്ദേശിച്ച രസം അതല്ല, മെർക്കുറി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അടുക്കള ഡിപ്പാർട്ട്മെൻ്റാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ലച്ചിൻ്റെ റൂമിൽ എവിടെ കയറി കിടന്നോ. പിന്നെ വാടക കൃത്യമായി തരണം. ഓക്കെ? ആ അത്ര മതിയോ? ഇത്രയും പൈസ? അതെ, ഇത് ഒറിജിനൽ നോട്ടാണോ അതോ കുട്ടി ഉണ്ടാക്കിയതാണോ? ഇത് ഒറിജിനലാ. ആണല്ലേ? എന്നാ വയ്ക്കോ, ഇവിടെ നിന്ന് കയറിയിട്ട് ഇടത് സൈഡിലാണ് റൂം. വലിയ റൂമാണ്.
സുഖമായിട്ട് ജീവിച്ചു, വേറെ ആരെയും നോക്കണ്ട. ജീവിച്ചു. വാലച്ചു. ഞാൻ വരാം, നീ പോയിക്കോ. അതെ, നല്ല പണക്കാരി പെങ്കൊച്ചാണ്, അതുകൊണ്ട് കമ്മീഷൻ എനിക്ക് എടുക്കും. കമ്മീഷനാ? ഏത് കമ്മീഷൻ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കമ്മീഷൻ വേണമെങ്കിൽ അവളോട് ചോദിക്കും. എന്റെ പൈസ എടുത്തോണ്ട് പോയിട്ട് എന്നെ അയച്ചിന്നാ? അടുക്കള എടുപ്പാട്ടുണ്ടല്ലേ, കുറച്ച് മീനാറ്റമൊക്കെ കാണും, എന്നാലും കുഴപ്പമില്ല ഇരിക്കട്ടെ. അമ്മേ, ഹായ്. ഹലോ. ആരാ? ഞാൻ ജിയ. ഇവിടെ പുതിയതായി താമസിക്കാൻ വന്നതാ. ഞാൻ മാലിനി. ഈ റൂമിലാണോ താമസിക്കണേ? ആ, ഇതല്ലേ ലച്ചുവിന്റെ റൂം? ലച്ചുവിന്റെ റൂം ഇതാ? അല്ല, നിനക്ക് ലച്ചുവിനെ എങ്ങനെ അറിയാം? ഞാൻ ലച്ചുവിന്റെ കൂടെ വന്നേ. ലച്ചുവിന്റെ കൂടെയോ? ആ, നിങ്ങക്ക് ഒത്തിരി നാളായിട്ട് അറിയോ? അപ്പോ ലച്ചുവിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും. 2 മണിക്കൂറോ? അപ്പോഴേക്കും കൂടെ പോന്നാ? എന്നിട്ട് അവളുടെ കൂടെ ഈ റൂമിലാണോ ഒന്ന് താമസിക്കുന്നത്? അതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറുതല്ല, വലിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? സസ്പെൻസ് ഇല്ലാത്ത കാര്യം പറ കുട്ടി. അവളെ രാത്രി ഉറങ്ങുമ്പോ കഴുത്തിന് പിടിക്കും. കഴുത്തിലോ? അതെന്തിനാ? ആ കുട്ടിയുടെ ഒരു ഹോബിയാ. ഇതുപോലെ ആരെയും ഒക്കെ കാണുമ്പോൾ വിളിച്ചോണ്ട് വരും, എന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരം അവരുടെ കഴുത്ത് തിരിച്ചു പോയിരിക്കും. അയ്യോ, കുട്ടിയെ കാണാൻ നല്ല ചന്തണ്ട്. എന്തിനാ വെറുതെ ലൈഫ് കളയണേ? റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തിവിടെ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നല്ല കഴുത്ത് പറയണമെന്ന് വിചാരിച്ച മാല ഇട്ടുകൂടായിരുന്നോ? കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു. നീണ്ട കഴുത്തല്ലേ? അവിടെ ഇവിടെ ചെറിയ ചെയിനൊക്കെ ചെയ്യും. ബാത്റൂം എവിടെ? ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ. ശരി. പത്ത് പൈസയുടെ വിവരമില്ലെങ്കിലും കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ഈ പ്രായത്തിലെ പിള്ളേർക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ? ഇനി തട്ടിപ്പ് സംഘത്തിലെ പെണ്ണ് വല്ലതും ആണോ? ഇല്ല, ഒറിജിനൽ തന്നെ. പപ്പൻ സാർ. യെസ്, വരൂ. പിന്നെ റൂമൊക്കെ കണ്ടോ? റൂമൊക്കെ ഓക്കെ, ഓക്കെ. പക്ഷെ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ ലച്ചുവിന്റെ കൂടെ. അതെന്ത്? അല്ല, ലച്ചു അല്ലേ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പിന്നെ എന്തുകൊണ്ട് നിന്നൂടാ? ആ കുട്ടിക്ക് ഉറക്കത്തിൽ കഴുത്തിൽ പിടിക്കുന്ന സ്വഭാവമുണ്ട്. ഉറക്കത്തിൽ കഴുത്തി പിടിക്കുന്ന സ്വഭാവം? അതാരും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. എനിക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് റൂം മാറ്റിത്താ, അല്ലെങ്കിൽ എന്റെ കാശ് തിരിച്ചു ഞാൻ വേറെ വീട് നോക്കിക്കോളാം. അതെ കുട്ടി, തന്ന കാശ് തിരിച്ചു ചോദിക്കരുത്, അത് എണ്ണക്കേടാണ്. അതുപോലെ ഈ ഒരൊറ്റ കാരണം മതി എന്റെ ബിസിനസ് മൊത്തം തകിടം മറിയാൻ. എന്നാ പിന്നെ എനിക്ക് റൂം മാറ്റിത്താ. വേറെ റൂമെന്ന് പറയുന്നത് ഇതാവോ ശരിയാക്കാം. പാപ്പു, ഇത് പാർവതി അല്ല. ഇത് ഇവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന കൊച്ചാണ്. പേര് ജിജി. ജിയ, സോറി, ജിയ. അതല്ല കാര്യം. ആക്ച്വലി ഞാൻ ഈ കൊച്ചിനെ ഇവിടെ നമ്മളെ ലച്ചുവിൻ്റെ അടുത്ത് താമസിക്കാനാണ് വിട്ടത്. അപ്പം എന്തുകൊണ്ടോ ഈ കൊച്ചിന് ലച്ചുവിൻ്റെ അടുത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, ഹലോ, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പാപ്പുവിൻ്റെ കൂടെ അവിടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യും. നടക്കില്ല, അതൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കൂടെ ആ മാലുണ്ട്, ഒന്നും കൂടി വരുത്താൻ പറ്റില്ല. നടക്കൂല, നടക്കൂല.
നോ വേ. അല്ല പാപ്പു ഒരു ദിവസത്തേക്ക് നീ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യും. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. പിന്നെ അപ്പന്റെ പൈസ കുട്ടി ഇങ്ങനെ പാനിക് ആവല്ലേ. കുട്ടി ഒരു കാര്യം ചെയ്ത് തൽക്കാലം ലച്ചുവിൻ്റെ കൂടെ നിൽക്കേ. അതൊന്നും പറ്റത്തില്ല. അവൾ ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്താലോ? ഒരു ചുക്കം ചെയ്യില്ല. കുട്ടിയുടെ ഫുൾ പ്രൊട്ടക്ഷൻ ഞാൻ തരും. അറിയാലോ, ഞാനൊരു സയന്റിസ്റ്റ് മാത്രമല്ല, ഒരു പട്ടാളത്തുകാരനും കൂടിയാണ്. യു ഷുവർ? ഐ ഷുവർ. ഒരു പട്ടാളത്തുകാരൻ വാക്ക് പറഞ്ഞ വാക്കാണ്. കുട്ടി വയ്ക്കോളൂ. ഓക്കെ. ഇത് ഇവിടെ ഇരുന്ന ശരിയാവില്ല, അവിടെ നിന്ന് എടുക്കാം. മഹാലക്ഷ്മിയെ കൊണ്ട് കൈ തന്നിട്ട് തിരിച്ചു വേണം പോലും. കൊടുത്ത് അപ്പം കൊടുത്ത്. എന്നാലും എന്തിനാണ് ലച്ചു രാത്രിയിൽ കഴുത്തി പിടിക്കുന്നത്? ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ട്. ലച്ചു കിടന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നോളാം. അതെന്താ അങ്ങനെ? നിനക്ക് ഉറക്കം വന്നില്ലേ? ഇല്ല, എനിക്ക് എന്തോ സ്ഥലം മാറിയോണ്ടാണോന്ന് അറിയില്ല, ഉറക്കം വരുന്നില്ല. ഇവിടെ ഇരിക്കേ. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കേ. ഇന്ന് കൊറേ ഓടി നടന്നതല്ലേ, എന്തായാലും ക്ഷീണം കാണും. ബാ കിടക്ക്, താൻ ഉറങ്ങിക്കോളൂ. ഞാൻ കിടന്നോളാം. ലച്ചു ഉറങ്ങിക്കോ. ഇയാൾക്ക് എന്താ ഒരു മാറ്റം പോലെ? ഇങ്ങനൊന്നല്ലല്ലോ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇല്ല, ഒന്നുമില്ല. ഇയാൾക്ക് പനി വല്ലതും ഉണ്ടോ? ഇല്ല, പനിയൊന്നുമില്ല. ഇല്ല. ലച്ചു ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എന്റെ കഴുത്തിൽ തൊടുന്നേ? എനിക്കത് ഇഷ്ടമല്ല. ആണോ? ശരി, കിടന്നോളാം. അതെ, ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ? എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പൈസ കിട്ടും. ലച്ചു, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇവിടെ ഇതല്ലേടോ ഞാൻ തൻ്റെ അടുത്ത് കുറെ നേരം കൊണ്ട് ഉറങ്ങിക്കോ. ശരി. എന്താ? ഒന്നുമില്ല. എന്റെ പൊന്നു പപ്പ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇവളെന്നെ കൊല്ലാൻ നോക്കൂന്ന്. എന്തിനാ ലച്ചു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്നുമില്ലെങ്കിൽ നീ വിളിച്ചോളുന്ന കൊച്ചല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പപ്പ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? ഇവള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ആണോ കൊച്ചേ? അല്ല പപ്പ, ഇവൾ അങ്ങനെ ചെയ്യുന്ന മാലിനി പറഞ്ഞല്ലോ. നീ എത്ര പേരെ കഴുത്തിന് അടിച്ച് കൊന്നിട്ടുള്ളേ? ആര് പറഞ്ഞു? മാലിനി. മാലിനി അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞു. പപ്പയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഞാനല്ല ചെയ്തതെന്ന്? വിളിക്കോളെ. നീ എന്താ ഇവിടെ വന്നിക്കണ്? എന്താ അവിടെ നിന്നല്ലോ ശബ്ദം കേട്ടെ? ഓ, എനിക്കറിയൂട. നീ എന്തോ ഉടായ്പുണ്ട്, സത്യം പറ. ആഹാ, അവിടെ ഒളിച്ചേക്കാണ്. ഇങ്ങോട്ട് കയറി. നീ എന്നെയും കൂടെ ഇവിടെ പുറത്താക്കോ? ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കാം. സത്യം പറഞ്ഞോളാം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞു. എന്തിനൊക്കെ പറഞ്ഞ നീ? അതിന്റെ ആവശ്യം തോന്നുന്നു. രാവിലെ കുഞ്ഞൊരു ബുൾസയുടെ പേരിൽ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ, അതിന് റിവെഞ്ച് ചെയ്തത് തന്നെയാ ഞാൻ. റിവെഞ്ച് ആയിരുന്നു അത്. അതെ, എന്നാ നീ ഒരു കാര്യം കേട്ടോ, എനിക്ക് ശരിക്കും ഈ ഉറങ്ങണ ആൾക്കാരെ കഴുത്ത് ഞെരിച്ച് കൊല്ലണ സ്വഭാവം ഉണ്ടടി. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അത് നിന്നെ അല്ല കേട്ടോ, നിന്നെ ആടി.
Let me tell you a story, freaking dizzying story. Don't you love Wolverine? ध्यान से सुन के बताना. ഒരിക്കലൊരു റാണി ചന്ദ്രനിൽ പോകാൻ വീട്ടിൽ നിറങ്ങി. കാര്യമറിഞ്ഞപ്പോ റാണിയുടെ ഹബ്ബി റാണിയെ തൊഴിച്ചേ. കരഞ്ഞോണ്ട് റാണി ചന്ദ്രനിൽ പോകാതെ ചന്തയ്ക്ക് പോയി.